UK പ്രധാനമന്ത്രി പദവിയിൽ നിന്നാണ് കെയർ സ്റ്റാമർ പടിയിറങ്ങുന്നത് എങ്കിലും ആശങ്കയിലായിരിക്കുന്നത് ഇസ്രായേലാണ്. കാരണം പുതുതായി അധികാരമേൽക്കാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നയാളുടെ നിലപാടുകളാണ്, അതായത് ആൻഡി ബേൺഹാമിന്റെ നിലപാടുകൾ. ഗസയെക്കുറിച്ച് ഒരു മുതിർന്ന ലേബർ നേതാവിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രസ്താവനകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയത്. ഇസ്രായേലിന്റെ ഗസയിലെ സൈനിക നീക്കത്തെ വിമർശിക്കുക മാത്രമല്ല, സ്വന്തം പാർട്ടി ഗസയിലെ ജനങ്ങളോട് നീതി ചെയ്തില്ല എന്നുകൂടി ബേൺഹാം സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ UKയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ചൂടുവെക്കുന്നതോടെ ബ്രിട്ടന്റെ ഇസ്രായേലിനോടുള്ള നയസമീപനത്തിൽ മാറ്റമുണ്ടാകുമോ, അതോ ഇത് വെറും വാചാടോപം മാത്രമായി ഒതുങ്ങുമോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇടതുപക്ഷ സ്വഭാവമുള്ള ലേബർ പാർട്ടിയാണ് UKയിൽ അധികാരത്തിലെങ്കിലും ഇസ്രായേലിനോടുള്ള കെയർ സ്റ്റാമർ സർക്കാരിന്റെ സമീപനങ്ങൾ മൃദുവായിരുന്നു. എന്നാൽ സ്റ്റാമർ പടിയിറങ്ങുമ്പോൾ പകരക്കാരനായി എത്തുന്ന ആൻഡി ബേൺഹാം അങ്ങനെ ആയിരിക്കില്ല എന്നാണ് സൂചനകൾ. അതാണ് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നത്. ഗസയിലെ ഇസ്രായേൽ നടപടികളോടുള്ള ലേബർ പാർട്ടിയുടെ പ്രതികരണം ശരിയായിരുന്നില്ല എന്ന പക്ഷക്കാരനാണ് ബേൺഹാം. അത് അദ്ദേഹം അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്നതിൽ വരുത്തിയ കാലതാമസത്തിന് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ഗസയിലെ മാനസികാവസ്ഥയെ പൊതുമനസാക്ഷിക്കേറ്റ മുറിവ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗസയിലെ സൈനിക നടപടികൾ, അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റം, വെടിനിർത്തൽ കരാറുകളുടെ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ എന്നിവയിലൂടെ ബെന്യാമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ദ്വിരാഷ്ട്ര പരിഹാരം അസാധ്യമാക്കുകയാണെന്നാണ് ബേൺഹാം കുറ്റപ്പെടുത്തുന്നത്. ബ്രിട്ടൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്നും ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ ഉള്ള സൈനിക നടപടികളിൽ ബ്രിട്ടീഷ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും ബേൺഹാം ആവശ്യപ്പെടുന്നുണ്ട്. ഗസയിൽ വംശഹത്യ നടക്കുന്നതിന്റെ ആദ്യ കാലയളവിൽ അധികാരത്തിലേറിയിട്ട് പോലും ഇത്തരത്തിലൊരു ശക്തമായ പ്രസ്താവന സ്റ്റാമറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക, ചില ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തുക, പരിമിതമായ ആയുധ കയറ്റുമതി ലൈസൻസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുക എന്നിങ്ങനെ ചില തീരുമാനങ്ങൾ ഒഴിച്ചാൽ സ്റ്റാമർ ഇസ്രായേലിനൊപ്പമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബേൺഹാമിന്റെ നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൽ ഇസ്രായേൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഉത്തരം ഒരു പരിധിവരെ മാത്രം എന്നതാണ്. ബേൺഹാമിന്റെ വാക്കുകൾ സ്റ്റാമറിൻ്റെതേക്കാൾ കടുപ്പമേറിയതാണ് എങ്കിലും വിദേശ നയത്തിൽ അത് പ്രതിഫലിക്കുമോ എന്നത് സംശയമാണ്. പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നാണ് ബ്രിട്ടൻ. അവിടെ അധികാരത്തിലേറിയിട്ടുള്ള എല്ലാ സർക്കാരുകളും അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധം, സുരക്ഷാ സഹകരണം എന്നിവ പരിഗണിച്ച് മാത്രമാണ് ഇസ്രായേലിനോടുള്ള നിലപാടുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ബേൺഹാം സ്വരം മാറ്റിയിരിക്കുന്നു. പക്ഷേ അതിന് പിന്നിൽ കൃത്യമായ കാരണമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഗസ വിഷയം കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച നിരവധി മുസ്ലിം വോട്ടർമാർക്കിടയിലും പുരോഗമന വിഭാഗങ്ങൾക്കിടയിലും ലേബർ പാർട്ടിക്കുള്ള പിന്തുണ നഷ്ടപ്പെടുത്താൻ കാരണമായിരുന്നു. അധികാരമേൽക്കും മുൻപ് തന്നെ ആ വോട്ടർമാർക്കിടയിൽ വിശ്വാസം നേടിയെടുക്കാനുള്ള നീക്കമായിരിക്കാം ബേൺഹാമിന്റെ കടുത്ത ഭാഷയിലുള്ള പ്രസ്താവനകൾ എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോഴും ബേൺഹാമിന്റെ വരവ് ഇസ്രായേൽ ഒരു പേടിസ്വപ്നമായി മാറുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ബേൺഹാം തന്റെ വാഗ്ദാനങ്ങൾ നയമാക്കി മാറ്റുകയാണെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായി മാറും, ഒരുപക്ഷെ യൂറോപ്പിനെ ഒട്ടാകെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്ന്. നിലവിലെ സൂചനകൾ അനുസരിച്ച് ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ബേൺഹാം തന്നെയാവും എത്തുക. അതിനുള്ള വഴിയും ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. ലേബർ പാർട്ടി നേതൃത്വ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ നാമനിർദ്ദേശ ഘട്ടത്തിൽ തന്നെ പാർലമെന്റിലെ 403 ലേബർ MPമാരിൽ 322 പേരുടെ പിന്തുണയാണ് ബേൺഹാമിനുള്ളത്.